എല്ലാവർക്കും പി കെ ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2020 വർഷത്തിൽ PSC വിവിധ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് കെമിസ്ട്രി വിഷയത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ സെഷനായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ 10ാമത്തെ സെഷനാണ്. അതായത് നമ്മുടെ 2020 എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ടോപ്പിക്ക് വൈസായിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സെഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതോടുകൂടി 2020 വർഷത്തിലെ ചോദ്യങ്ങളൊക്കെ തീരുകയാണ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. അതായത് ഈ താഴെ തന്നിട്ടുള്ള കുറച്ചധികം കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, കാസ്റ്റിക് സോഡ, വാഷിംഗ് സോഡ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇത് കോമ്പൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സോൾട്ടുകളുമായിട്ട്, ലവണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള കുറച്ച് കോമ്പൗണ്ടുകളുടെ പേരുകൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും എപ്പോഴും പരീക്ഷയ്ക്ക്. അപ്പോൾ ഇവിടെ നോക്കാം, കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം എന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കണമല്ലോ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് NaOH ആണ്. ഓക്കെ, NaOH കോമൺലി നോൺ ആസ് കാസ്റ്റിക് സോഡ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈലി കൊറോസീവ് കാസ്റ്റിക് നേച്ചർ ഓൺ ഓർഗാനിക് ടിഷ്യൂസ് ലൈക്ക് സ്കിൻ ആൻഡ് പേപ്പർ. സ്കിന്നിലാണെങ്കിലും പേപ്പറിലൊക്കെ ആണെങ്കിലും വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് NaOH ആണ് അല്ലേ. NaOH എന്ന് പറയുന്നത് ആൽക്കലിക് നേച്ചറുള്ള അല്ലെങ്കിൽ ബേസിക് നേച്ചർ കാണിക്കുന്ന ഒരാളാണ് NaOH. നല്ല സ്ട്രോങ് ബേസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ് NaOH എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സ്ട്രോങ് ബേസ് സ്വഭാവം കാണിക്കുന്ന ആളാണ്. വൈഡ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോപ്സ്, ഡിറ്റർജൻസ്, പേപ്പർ ആൻഡ് എസ് എ ഡ്രെയിൻ ക്ലീനർ. ഓക്കെ, ഡ്രെയിൻ ക്ലീനർ ആയിട്ട് പേപ്പർ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ഡിറ്റർജൻറ്റുകൾ, സോപ്പുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആൽക്കലി ആയിട്ട് അല്ലെങ്കിൽ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് NaOH എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷനിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് ആരാ? NaCl, നമ്മുടെ പാവം സാധാരണ ഉപ്പ്. ഇയാളാണ് കോമൺ സോൾട്ട് അല്ലെങ്കിൽ കോമൺ ടേബിൾ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? NaCl ആണ്. അടുത്തത് സോഡിയം കാർബണേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷനിൽ അല്ലേ. ഈ സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന ആള്. ഓക്കെ, Na2CO3 ആണ് സോഡിയം കാർബണേറ്റ് അല്ലേ. സോഡിയം കാർബണേറ്റ് ആണ് എന്ത്? വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. പിന്നെന്താ? സോഡിയം ബൈകാർബണേറ്റ് തന്നിട്ടുണ്ട് അല്ലേ. സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. NaHCO3 ആണ് നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് മൂന്നും പഠിച്ചു വെക്കണം, നന്നായിരിക്കും. ഇതേപോലെ മാറി മാറി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കാർബൺ ഒരു അംഗമായി വരുന്ന, കാർബൺ ഒരു കോമ്പൗണ്ടായി വരുന്ന എന്താ പറയുക, കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന ഓർഗാനിക് മെറ്റീരിയലുകൾ എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. ഈ ഓർഗാനിക്കിൽ തന്നെ ഹൈഡ്രോ കാർബണുകൾ, നമ്മുടെ കാർബണും ഹൈഡ്രജനും ചേർന്ന് വരുന്ന ആളുകളാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇതിലെ കാർബണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബണിൻ്റെ വാലൻസി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 4ആണ് അതിൻ്റെ വാലൻസി അല്ലേ. ഒന്നെങ്കിൽ 4 ഇലക്ട്രോണിനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ 4 ആളെ കൊടുക്കാം. ഇത് മാത്രമല്ല, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇവയൊക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ കാർബണിനുണ്ട്. അത് മാത്രമല്ല, കാർബണിന് ഒന്നിനോടൊന്ന് ഇതുപോലെ ഇങ്ങനെ ബന്ധിപ്പിച്ച് ഇങ്ങനെ വലിയ വലയമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു വളയമായിട്ടോ നീണ്ട ചെയിനായിട്ടോ ഒക്കെ മാറാനായിട്ട് കാർബണിന് കപ്പാസിറ്റി ഉണ്ട്. ഈ സ്വഭാവത്തെയാണ് കാറ്റിനേഷൻ എന്ന് വിളിക്കാം. കാർബണിൻ്റെ ഈ പ്രത്യേകതകളൊക്കെ കാരണം മാത്രമല്ല, ഇതിനകത്ത് ഒന്നെന്ന് പറയുന്ന വാലൻസിയുള്ള ഹൈഡ്രജനും കൂടെ കടന്നു വരുമ്പോൾ ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഹൈഡ്രോ കാർബണുകൾക്കുണ്ട്. ഇതിനകത്ത് മറ്റുള്ള ഗ്രൂപ്പുകൾ കടന്നു വരുമ്പോൾ, അതായത് ഇപ്പോൾ OH ആണെന്നുണ്ടെങ്കിൽ ആൽക്കഹോള് എന്ന് നമ്മൾ വിളിക്കുന്നു. COOH ആണ് കടന്നു വരുന്നതെങ്കിൽ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ കടന്നു വരുന്ന ഗ്രൂപ്പുകളെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു.
അങ്ങനെയും ഓരോ വൈഡ് വെറൈറ്റി ഓഫ് കോമ്പൗണ്ടുകൾ ആരുണ്ടാക്കുന്നുണ്ട്? ഹൈഡ്രോ കാർബണുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ടോപ്പിക്ക്, വലിയൊരു സബ്ജക്റ്റ്, അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കൈന്, ആൽക്കൈന് എന്ന് പറയുന്ന 3 വിഭാഗത്തിലുള്ള ആളുകളാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം, ഒരു കാർബൺ അല്ലേ, ഈ കാർബണിന് 4 വാലൻസി എന്ന് നമുക്കറിയാം, 4 അതിൻ്റെ വാലൻസി. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രജനെ നമ്മൾ ആഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ 4 പാടും ഹൈഡ്രജനെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇയാൾ ആരായി? CH4 ആയി അല്ലേ, CH4 ആയി മാറി. ഇനി 2 കാർബൺ ഉണ്ടെന്ന് വെച്ചോ, 2 കാർബൺ. ഇവിടെ നമ്മൾ ആവശ്യത്തിന് ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ പോവാം. 4 വാലൻസി, ഇവിടെ ഒരെണ്ണം പോയി, ബാക്കി 3 സ്ഥലത്ത് ഇവിടെ ഹൈഡ്രജൻ വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് CH4, കാർബൺ 1, ഹൈഡ്രജൻ 4. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? കാർബൺ 2, ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 3 6. ഓക്കെ, ഇനി നമുക്ക് 3 കാർബണുള്ള ഐറ്റം എടുക്കാം. 3 കാർബണിനെ നമ്മൾ വരച്ചു. ഇവിടെ ഹൈഡ്രജൻ നോക്കിയേ, 3 എണ്ണം ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ കാർബണിന് ഇങ്ങോട്ടൊരു വാലൻസി കൊടുത്തു, ഇങ്ങോട്ടൊരു വാലൻസി കൊടുത്തു, ആകെ 4 എണ്ണല്ലേ. ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ആ 2 സ്ഥലത്ത് ഓരോ ഹൈഡ്രജനെ ആഡ് ചെയ്ത് വിടാം. ഓക്കെ, ഇനി ഇയാൾക്ക് ഒരെണ്ണം ഇപ്പുറത്തേക്കേ ഉള്ളൂ, ബാക്കി 3 എണ്ണം ഫ്രീയാ, അവിടെ കൊടുത്തു. ഇപ്പം ഇവിടെ എത്രയായി? കാർബൺ 3, ഹൈഡ്രജൻ 3 3 6 8 അല്ലേ. ഇവിടെ എന്തെങ്കിലും ഒരു കോമൺ പാറ്റേൺ ഉണ്ടോ നോക്കിയേ. കാർബൺ 1 ആകുമ്പോൾ ഇവിടെ 4, ഇവിടെ 2 ആകുമ്പോൾ 6, ഇവിടെ 3 ആകുമ്പോൾ 8 ആണ് വരുന്നത് അല്ലേ. അപ്പം കാർബൺ n എണ്ണമായാൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് n എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 2 എണ്ണം കൂടി കൂട്ടണം. ഓക്കെ, ഇതാണ് എന്ത്? ആൽക്കേനിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, പൊതു സമവാക്യം എന്ന് പറയുന്നത് ആൽക്കേനാണ്. അതായത് ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ബോണ്ടുകൾ സിംഗിൾ ബോണ്ടല്ലേ. സിംഗിൾ ബോണ്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കും ആൽക്കേൻ എന്ന് വിളിക്കും, ആൽക്കേൻ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് CnHn+2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കേനിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, കാർബൺ 10 എണ്ണം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എത്ര എണ്ണം കാണും എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് 10ൻ്റെ ഇരട്ടി 20, അതിൻ്റെ കൂടെ 2 എണ്ണം കൂടെ കൂട്ടി 22 കാർബൺ ഉണ്ടാവും ആൽക്കേൻ ആണെങ്കിൽ എന്ന് നമുക്ക് നമ്പർ പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? ഇതാണ് ആൽക്കേനിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൽക്കീനിൻ്റെ കാര്യമാണ്. ആൽക്കേൻ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ആയതുപോലെ ഇനി കാർബണുകളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നാൽ നമ്മൾ അവനെ വിളിക്കും, എന്ത് വിളിക്കും? ആൽക്കീൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് കാർബണിനെ എടുക്കാം. ഒരു കാർബൺ ആയി കഴിഞ്ഞാൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഡബിൾ ബോണ്ട് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഡബിൾ ബോണ്ട് വേണം. ഇവിടെ നോക്കിയേ, ഇവർക്ക് 4 രണ്ടാളുടെയും വാലൻസി. ഇവിടെ ഈ 2 എണ്ണം വെച്ച് ഇവിടെ പോയി, ഇവിടെ ബാക്കി ഓരോന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ എന്തായി? ഇനി ഒരെണ്ണവും കൂടെ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെയും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കാർബൺ 2 എണ്ണമാകുമ്പോൾ ഹൈഡ്രജൻ 4 എണ്ണമായി. ഓക്കെ, ഇനി 3 കാർബണിനെ കൊടുക്കാം. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് എങ്ങനെ വന്നു അല്ലേ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 എണ്ണം കൊടുത്തു, ഇവിടെ 1 3, ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ സ്ഥലമുണ്ട്. ഇവിടെ എന്തായി? ഇവിടെ 2 എണ്ണം കൊടുത്തു, ഇവിടെ ഒരെണ്ണവും കൊടുത്തു. ഇനി ആകെ ഒരു ഹൈഡ്രജനും കൂടെ ഉള്ള സ്ഥലമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ആകെ ഒരു സിംഗിൾ ബോണ്ടാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി 3 ഹൈഡ്രജനെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാർബൺ 3 എണ്ണമായപ്പോൾ ഹൈഡ്രജൻ എത്രയായി? 2 3 5 1 6. ഓക്കെ, ഇനി 4 കാർബൺ ഉള്ളതും കൂടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. നമ്മൾ ഒരു വഴിക്ക് പോവല്ലേ. അപ്പോൾ 4 എണ്ണം വരയ്ക്കുക, ഇവിടെ കൊടുക്കുക ഡബിൾ ബോണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി. ഇവിടെ നോക്കിയേ, ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ കാർബണിന് ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെയും ആഡ് ചെയ്യാം. ഇവിടെ 2 എണ്ണമായി, ഇവിടെ ഒരെണ്ണമായി. ഇനിയിപ്പോൾ ഒരു ഹൈഡ്രജനുള്ള സ്ഥലം ഇവിടെ ഉള്ളൂ, അത് കൊടുത്തു. ഇവിടെ 2 ബോണ്ട് ഓൾറെഡി പോയിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജനെ ഇവിടെ ആഡാക്കി. ഇവിടെ ഒരു ബോണ്ടേ ഇവിടെ പോയിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം കൂടെ ഉണ്ട്, അപ്പോൾ അവിടെ ആഡാക്കി. നോക്കിയേ, 4 കാർബൺ അല്ലേ. കാർബൺ 4 എണ്ണം ആയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ എത്ര എണ്ണമായി എണ്ണി നോക്കാം. 3 2 5 6 7 8 അല്ലേ. ഇവിടെ നിന്ന് കണ്ടുപിടിച്ച പാറ്റേൺ എന്താ? കാർബൺ n എണ്ണമായാൽ ഹൈഡ്രജൻ അതിൻ്റെ ഇരട്ടിയായി, 2n ആയി അല്ലേ. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഒരു 20 കാർബൺ ഉണ്ട്. ഓക്കെ, ആൽക്കീനാണ് ആൾ, ഡബിൾ ബോണ്ട് ഉണ്ട്.
എത്ര ഹൈഡ്രജൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 20ന്റെ ഇരട്ടി എടുത്താൽ മതി, 40 ഹൈഡ്രജൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആൽക്കീനിൻ്റെ ഡബിൾ ബോണ്ടുള്ള ആളാണ് ആൽക്കീന്. ആൽക്കീനിൻ്റെ പൊതു സമവാക്യം എന്താണ്? ഇതാണ് CnH2n. ഓക്കെ, അതല്ലേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, CnH2n. ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരം. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇതാണ് ഡബിൾ ബോണ്ടുള്ള ഈ ആളാണ് എന്ത്? ആൽക്കീന് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കൈൻ എന്ന് പറയുന്ന ട്രിപ്പിൾ ബോണ്ടുള്ള ആളെയും കൂടെ ഒന്ന് നോക്കി പോകാം. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ 2 കാർബൺ നമ്മൾ വരച്ചു. ഇവിടെ 3 എണ്ണവും ഇവിടെ 3 എണ്ണവും പോയ സ്ഥിതിക്ക് ഇനി ബാക്കി ആകെ 2 ഹൈഡ്രജൻ ഉള്ള സ്ഥലമേ ഉള്ളൂ. അതായത് 2 കാർബൺ വരുമ്പോൾ ഹൈഡ്രജൻ എത്ര എണ്ണം ആകുന്നു? 2 ആകുന്നു. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാം 3 കാർബൺ ഉള്ള സിനേറിയോ. അപ്പോൾ എന്തായി? 3 കാർബണിനെ നമ്മൾ വരച്ചു. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു, ഇവിടെ സിംഗിൾ ബോണ്ട് കൊടുക്കാം. ഇവിടെ 3 എണ്ണം, ഇനി ഒരു ഹൈഡ്രജൻ ഉള്ള സ്ഥലമേ ഉള്ളൂ. ഈ കാർബൺ ഇവിടെ 3 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, പിന്നെ ഇല്ല, അവിടെ 4 അല്ലേ ഉള്ളൂ ബാലൻസി. ഈ കാർബൺ ആകെ ഒരു ബോണ്ടേ ഉള്ളൂ. ബാക്കി 3 എണ്ണം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. 3 ഹൈഡ്രജൻ കൊടുക്കാം. അപ്പോൾ എന്തായി? മൊത്തം ഹൈഡ്രജൻ 3 1 4 അല്ലേ? അപ്പോൾ ഇവിടെ കാർബൺ 3 എണ്ണമാകുമ്പോൾ ഹൈഡ്രജൻ എത്ര എണ്ണമാകും? 4 എണ്ണമാകും എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു സമവാക്യം ഉണ്ടാക്കാം. കാർബൺ n എണ്ണമായാൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2n - 2 ആകും. ഓക്കെ, അതായത് ഇതിൻ്റെ ഇരട്ടി എടുക്കുക, അതിൽ നിന്ന് 2 കുറയ്ക്കുക. ഓക്കെ, 3ന്റെ ഇരട്ടി 6, അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 4 അല്ലേ? ഇതാണ് ആൽക്കൈന് എന്ന് പറയുന്ന ട്രിപ്പിൾ ബോണ്ടുള്ള ആളുടെ ആൽക്കൈനിൻ്റെ ആ ഒരു പൊതുസമവാക്യം എന്ന് പറയുന്നത്. 3ഉം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഇരട്ട ബന്ധനമെങ്കിലും, ഒരു ഡബിൾ ബോണ്ടെങ്കിലും വരുന്ന ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് വിളിക്കാറുള്ളത്. ഇവരുടെ പൊതുസമവാക്യം എന്ന് പറയുന്നത് CN2n ആണ്. CN2n. കാർബൺ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടാവും ആൽക്കീനുകൾക്ക്, ഡബിൾ ബോണ്ടുള്ള ആളുകൾക്ക്. ഉദാഹരണത്തിന് എത്തീൻ തന്നിട്ടുണ്ട് അല്ലേ? എത്തീനിൽ എന്താണ്? C2H ഇരട്ടി എടുക്കുക, 4. കണ്ടില്ലേ? അപ്പോൾ CnH2n - 2 എന്ന് പറയുന്നത് ആൽക്കൈനുകളുടെ പൊതു സമവാക്യമാണ്. ആൽക്കൈന് ട്രിപ്പിൾ ബോണ്ടുള്ള ആൾക്കാരുടേതാണ്. ഇനി എന്താണ്? CnH2n+2 എന്നുള്ളതാണെങ്കിൽ അതെന്താണ്? ആൽക്കേനുകളുടെ സമവാക്യമാണ് എന്നും മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ ആൽക്കേൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉദാഹരണമാണ് ഈതേൻ. ഇവിടെ ആൽക്കീൻ തന്നിട്ടുണ്ട്, അതായത് ഡബിൾ ബോണ്ടുള്ള ആള്. ആൽക്കൈൻ എന്ന് പറയുന്നത് ഈതെയിൻ ആണ്. ഇത്ത് എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക്, 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് ഷുഗർ ഓഫ് മിൽക്ക് ഈസ്. ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് C12H22O11.H2O എന്ന് പറയുന്നതാണ്. ഓക്കെ, H2O എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അതായത് C12H22O11, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് എഴുതുക? ഒരു H2Oനും കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഷുഗർ ഓഫ് മിൽക്ക് എന്ന് നമ്മൾ വിളിക്കും. അതായത് മിൽക്കിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഷുഗർ, ആ ഒരു ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ നോക്കാം. ലാക്ടോസ് ഈസ് ദ ഷുഗർ ഫൗണ്ട് നാച്ചുറലി ഇൻ മിൽക്ക്. മിൽക്കിൽ സാധാരണയായിട്ട് നമുക്ക് പ്രകൃതിയാ കാണാൻ പറ്റുന്ന ഷുഗറിൻ്റെ പേരാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് ഷുഗർ ഓഫ് മിൽക്ക്. സാധാരണഗതിയിൽ ലാക്ടോസിനെ പാലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഷുഗർ ഓഫ് മിൽക്ക് എന്നാണ് വിളിക്കാറുള്ളത്. ഇതൊരു ഡൈസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നുകൊണ്ട് വരുന്ന ഒരു ഡൈസാക്രൈഡ് പഞ്ചസാരയാണ് മിൽക്ക് ഓഫ് ഷുഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല നേരത്തെ ഓപ്ഷനിൽ തന്നിട്ടുള്ള C12H22O11 ആണ്. പക്ഷേ എന്നിരുന്നാലും കോമൺലി നമുക്ക് കാണുന്നതിനകത്ത് വാട്ടർ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ C12H22O11H2O എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 4ാമത്തെ ചോദ്യമാണ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് ഈതൈൽ ആൽക്കഹോൾ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈതൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോ കാർബണുകളിൽ ഓരോരോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ച് ഇവരുടെ പേരുകൾ മാറി വരും. ഫോർ എക്സാമ്പിൾ OH എന്ന് പറയുന്ന ഗ്രൂപ്പ് കടന്നു വന്നാൽ ഇയാളെ നമ്മൾ ആൽക്കഹോള് എന്നാണ് വിളിക്കാറുള്ളത്. ഈതൈൽ ആൽക്കഹോള് എന്ന് പറയുന്ന ആ ഒരു പേര് അതിൻ്റെ കോമൺ നെയിമാണ്. അപ്പോൾ നമ്മൾ സാധാരണ IUPAC നെയിം നമ്മൾ ഇടുമ്പോൾ ആൽക്കഹോളുകളെ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കടന്നു വരുന്ന ആളുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എക്സ്ട്രാ പേരാണ് ഓൾ എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് മെത്തനോള്, എത്തനോള്, ഇങ്ങനെ നമ്മൾ പേരിടും. നമുക്ക് നോക്കാം ഇവരെ നമുക്ക് പേരിടുന്ന രീതി എങ്ങനെയാണ്. കാർബൺ എന്ന് പറയുന്നത് ഒരെണ്ണമാണെങ്കിൽ അതിനെ നമ്മൾ മെത്ത് എന്ന് വിളിക്കും. കാർബൺ രണ്ടെണ്ണമാണെങ്കിൽ, കാർബൺ രണ്ടെണ്ണം വന്നാൽ നമ്മൾ എത്ത് എന്ന് വിളിക്കും. കാർബൺ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ പ്രൊപ്പ് എന്ന് വിളിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈഥൈൽ ആൽക്കഹോളാണുള്ളത് അല്ലേ, അപ്പം എത്താണുള്ളത്, 2 കാർബൺ ഉണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം 2 കാർബൺ അടങ്ങുന്ന എന്നാൽ OH ഗ്രൂപ്പും കൂടെ വരുന്ന ആൾക്കാരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ഓപ്ഷൻ ബി ആണ്, അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ ഫോർമുലയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എത്തുന്ന് കണ്ടതുകൊണ്ട് കാർബൺ 2 ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. സാധാരണഗതിയിൽ ഈ പറയുന്ന സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എത്ര ഹൈഡ്രജനെയാണ് നമ്മൾ സാധാരണഗതിയിൽ അവിടെ പ്രതീക്ഷിക്കുക? 2n+2 അല്ലേ, നേരത്തെ നമ്മൾ പഠിച്ച പോലെ 2n+2 കാർബൺ വേണം, ഹൈഡ്രജൻ വേണം. അപ്പോൾ ഹൈഡ്രജൻ ഇതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 4, അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി 6. പക്ഷെ ഇവിടെ ഒരു OH കൂടെ വേണം, ആൽക്കഹോളും കൂടെ വേണ്ടേ? ആ OH കടന്നു വരണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ബോണ്ട് പോകണം. 6 ഹൈഡ്രജൻ ഉണ്ട്, അതിലൊരു ഹൈഡ്രജൻ ഒഴിവായാലേ അവിടേക്ക് ഒരു OHന് കയറി വരാൻ പറ്റൂ. ആ ഒരു ഹൈഡ്രജൻ ഒഴിവാക്കാം, അപ്പോൾ 5 ഹൈഡ്രജനായി, ഒരു OH കയറി വന്നു. കണ്ടില്ലേ, എത്തായി, അവിടെ ആവശ്യത്തിനുള്ള ഹൈഡ്രജൻ വന്നു, ഒരു OHും കയറി വന്നു. ഇതാണ് ഈഥൈൽ ആൽക്കഹോള്. നമ്മൾ IUPACയിൽ ഇങ്ങനെയല്ല പേരിടാറുള്ളത്. നമ്മൾ ഔദ്യോഗികമായിട്ട് IUPAC തന്നിട്ടുള്ള ഒരു മാനദണ്ഡം വെച്ച് നമ്മൾ പേരിടുകയാണെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കണം? 2 കാർബണിലുണ്ട് എത്ത്, OH ഒരെണ്ണല്ലേ ഉള്ളൂ, ഓള്. അപ്പം നമ്മൾ എത്തനോൾ എന്ന് നമ്മൾ വിളിക്കും. എത്തനോളാണ് ഈഥൈൽ ആൽക്കഹോള് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് നമ്മുടെ ഫോർമുല. അതിലേക്ക് എങ്ങനെ എത്തിച്ചേരും എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുപോയി. ഈഥൈൽ ആൽക്കഹോളിനെ നമ്മൾ എത്തനോള് എന്നാണ് വിളിക്കുക. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാർബൺ അടങ്ങുന്ന, 2 കാർബൺ ആറ്റം അടങ്ങുന്ന ആൽക്കഹോൾ സ്ട്രക്ചറാണ് ഇത് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഈഥൈൽ ഗ്രൂപ്പ് C2H5 എന്ന് പറയുന്ന സാധനം ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പായിട്ടുള്ള OHുമായിട്ട് ചേരുമ്പോഴാണ് ഇത് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ഫൗണ്ട് ഇൻ ആൽക്കഹോളിക് ബിവറേജസ് ആൻഡ് ഇൻ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ സോൾവെന്റ് ആസ് ബയോഫ്യൂവൽ. ബയോഫ്യൂവലുകൾക്കകത്തൊക്കെയുള്ള സോൾവെന്റുകളായിട്ടും അതേപോലെ തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൽക്കഹോളായിട്ടും യൂസ് ചെയ്യുന്ന ആളാണ് ഈഥൈൽ ആൽക്കഹോള് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷനകത്ത് നമുക്ക് COOH എന്ന് പറഞ്ഞിട്ട് ഒരാളെ തന്നിട്ടുണ്ട് അല്ലേ, അയാളാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് എന്നൊക്കെ വിളിക്കും. ഇനി ഇവർ ആൽക്കഹോളുകളല്ല. പിന്നെ എന്താണ്? എത്തനാള് അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്തനോളിൻ്റെ ഫോർമുലയല്ല ബാക്കിയുള്ള ഓപ്ഷനിലും ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ദ ടേം ആൽക്കഹോൾ ഒറിജിനേറ്റ്സ് ഫ്രം. ആൽക്കഹോള് എന്നുള്ള പേര് ഏത് ഭാഷയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അറബ് ഭാഷയിൽ നിന്നുമാണ് എന്നാണ് PSC തന്നിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ആൽക്കഹോള് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അറബിക് വേർഡായിട്ടുള്ള അൽക്കോൾ എന്ന് പറയുന്നുള്ള ആ വാക്കിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും ദ മീനിങ് ലെറ്റർ ഷിഫ്റ്റഡ് ത്രൂ മെഡീവൽ ലാറ്റിൻ ടു റെഫർ എ ഡിസ്റ്റിൽഡ് സ്പിരിറ്റ് ഓഫ് എസെൻസ് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു സാധനത്തിനെ ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ആ ഒരു സെൻസിൽ പിന്നീട് മെഡീവൽ കാലഘട്ടത്തിൽ ഇതിൻ്റെ പേര് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൽക്കഹോൾ ഈസ് ഡാഷ് ഇൻ നേച്ചർ. ആൽക്കഹോളിൻ്റെ സ്വഭാവം താഴെ പറയുന്നതിൽ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഗ്രോസ്കോപ്പിക്ക് തന്നിട്ടുണ്ട്, ഹൈലി ഇൻഫ്ലേമബിൾ, മിക്സ് ഈസിലി വിത്ത് H2O. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ഈ 3 സ്വഭാവവും ആൽക്കഹോളിന് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 സ്വഭാവം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ സാധാരണ ഹൈഡ്രാഫീലിയ, ഹൈഡ്രോഫൈല് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് എന്നൊക്കെ പറയാറുണ്ട്. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിനോടുള്ള ഭയം, അതായത് ജലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നനയില്ല, അങ്ങനത്തെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് പറയുക. ഹൈഡ്രോഫീലിയ എന്ന് പറഞ്ഞാൽ ജലത്തിനോടുള്ള ഇഷ്ടമാണ്. ജലം തട്ടിക്കഴിഞ്ഞാൽ നനയും, അബ്സോർബ് ചെയ്യും, അങ്ങനത്തെ ഉള്ള സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഹൈഡ്രോഫീലിയ എന്ന് വിളിക്കും. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? പ്രധാനമായിട്ടും എത്തനോളുകൾ അല്ലെങ്കിൽ ആൽക്കഹോളുകൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ. ഇതിന് വാട്ടറിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു അഫിനിറ്റി ഉണ്ട്. വാട്ടറിനോട് നല്ല ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഇതിനെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ്ങിൽ നിന്നുമുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ആ ഒരു എക്സ്ട്രാ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ആളുകളാണ്
ഹൈഗ്രോസ്കോപ്പിക് സ്വഭാവമുള്ള ആളുകൾ. ആ ഒരു സ്വഭാവം ആർക്കുണ്ട്? ആൽക്കഹോളിനുണ്ട്. ക്ലിയർ ആയല്ലോ. അടുത്തത് ഹൈലി ഇൻഫ്ലേമബിൾ. നമ്മൾ സിനിമയിലും പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഇങ്ങനെ പ്യുവർ ആയിട്ടുള്ള ആൽക്കഹോൾ ആണെങ്കിൽ ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അത് കത്തി പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, നേരിട്ടും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇത് ആൽക്കഹോൾ എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള, കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ആളാണ് ആൽക്കഹോൾ, പ്യുവർ ഫോമിലാണെങ്കിൽ. ഓക്കെ, ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മൾ തീ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ് ആൽക്കഹോള്. ഇങ്ങനെ കത്തുന്ന സമയത്ത് എന്താ ചെയ്യാന്നറിയോ? ബ്ലൂ കളറിൽ കത്തും. പ്യുവർ ആൽക്കഹോൾ ആണെങ്കിൽ നീല നിറത്തിൽ തീ കാണിക്കുന്ന ആളാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അങ്ങനെ കത്തുകയാണെങ്കിൽ തന്നെയും സ്മോക്ക്ലെസ് ആയിട്ടുള്ള ഒരു ഫ്ലെയിമാണ് അതിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിനെ എന്താ പറയുക, ഫ്യൂവലിനകത്തൊക്കെ ഒരു ചെറിയ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആൽക്കഹോളിനെയൊക്കെ പലപ്പോഴും ആഡ് ചെയ്യാറുണ്ട്, പല ഫ്യൂവലുകളിലും പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ് എന്ന് നോക്കി വെച്ചേക്കാം. അടുത്തത് മിക്സ് ഈസിലി വിത്ത് H2O. ജലവുമായിട്ട് പെട്ടെന്ന് കലരുന്ന ആളാണ് ആൽക്കഹോള്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലേ, വെള്ളവും ഇതും കൂടെ കലർത്തുന്ന സമയത്ത് എന്താണ്, നല്ല രീതിയിൽ കലർന്നിട്ട് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ ഒക്കെ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ കലരുന്ന മിക്സ്ചറുകളാണ് ആൽക്കഹോളും വാട്ടറും എന്ന് പറയുന്നത്. അതായത് ലോവർ ആൽക്കഹോളിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആൽക്കഹോൾ കുറവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ വാട്ടറുമായിട്ട് കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ മിസ്സിബിൾ ആയിട്ട് പോകുന്ന ആളാണ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേർതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്റ്റിലേഷനൊക്കെ ചെയ്താലേ ഇതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത്രയും വാട്ടർ മോളിക്യൂളുമായിട്ട് മിക്സ് ആവുന്ന ആളാണ് ആൽക്കഹോൾ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. പ്യുവർ ആൽക്കഹോൾ ഈസ് ഡാഷ് ഇൻ റിയാക്ഷൻ എന്നാണ് തന്നിരിക്കുന്നത്. റിയാക്ഷനിൽ താഴെ പറയുന്നതിൽ ആരാണ്? അസിഡിക് ആണോ, ആൽക്കലൈൻ ആണോ, ന്യൂട്രൽ ആണോ, ഓൾ ആണോ? ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ന്യൂട്രൽ ആണ്. പ്യുവർ ആൽക്കഹോള് ന്യൂട്രൽ സ്വഭാവം കാണിക്കുന്ന ആളാണ്. പ്യുവർ ആൽക്കഹോളിനെ, എത്തനോളിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ കെമിക്കലി പൊതുവേ ഇത് ന്യൂട്രൽ സ്വഭാവം കാണിക്കുന്ന ആളാണ്. അതായത് കളറ് മാറുകയോ ലിറ്റ്മസ് പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ റെഡോ ബ്ലൂവോ ഒന്നും ആകുന്ന ഒരു സ്വഭാവം ആര് കാണിക്കാറില്ല? ആൽക്കഹോളുകൾ കാണിക്കാറില്ല. അതേസമയം ആൽക്കഹോളുകൾ നമ്മൾ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷനിലൊക്കെ ഇടുന്ന സമയത്ത് വളരെ വീക്കായിട്ടുള്ള ആസിഡ്സോ ബേസോ ഒക്കെ ആയിട്ട് ഇത് പെരുമാറാറുണ്ട് ചില സമയങ്ങളിൽ. കെമിക്കൽ റിയാക്ഷനിൽ ഫോർ ജനറൽ ക്ലാസിഫിക്കേഷൻ കോമ്പറ്റേറ്റീവ് എക്സാം, സാധാരണ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ നമ്മൾ ന്യൂട്രൽ സബ്സ്റ്റൻസുകളായിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങും ചില അതിൻ്റെ പ്രത്യേകതകളൊക്കെ കാരണം ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ ചെറിയ ആൾട്ടറേഷൻ വരാറുണ്ട്. ചെറിയ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള സ്വഭാവം ആര് കാണിക്കും? ആൽക്കഹോൾ കാണിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും ആ വ്യത്യാസം എന്ന് വിചാരിക്കുന്നു. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ ആബ്സല്യൂട്ട് ആൽക്കഹോൾ കണ്ടെയ്ൻ ഡാഷ് ബൈ വോളിയം ഓഫ് പ്യുവർ ആൽക്കഹോൾ. ഓക്കെ, അതായത് പ്യുവർ ആൽക്കഹോളിൻ്റെ ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ എത്രമാത്രം പ്യുവർ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഇൻ പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 99.4% ആണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ടൈപ്പ് സാധനത്തിനകത്ത് 99.4% പ്യുവർ ആൽക്കഹോളാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഹൈ പ്യുവർ ആയിട്ടുള്ള എത്തനോളാണ്. 99% പ്യുവർ ആൽക്കഹോളാണ് അതിൽ ഉണ്ടാവാറുള്ളത്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 99.4%. ഓക്കെ, അതിനകത്ത് വാട്ടറും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ആൽക്കഹോൾ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡീഹൈഡ്രേറ്റിംഗ് റെക്ടിഫൈഡ് സ്പിരിറ്റ് യൂസിങ് പ്രോസസ്സസ് ലൈക്ക് അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ ഓർ കെമിക്കൽ ഡ്രൈയിങ് ഏജൻറ്റ്. അതായത് കെമിക്കൽ ആയിട്ടുള്ള ഡ്രൈയിങ് ഏജൻറ്റോ അല്ലെങ്കിൽ അസിയോട്രോപിക് ആയിട്ടുള്ള ഡിസ്റ്റിലേഷനോ ഒക്കെ ചെയ്ത് അതിലത്തെ വാട്ടർ മാക്സിമം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് ഈ പറയുന്ന അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി 95.5 എന്ന് പറയുന്ന ഒരു ശതമാനം നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തുള്ള കോൺസെൻട്രേഷൻ ആണ് 95.5. അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാട്ട് ഈസ് എപ്സം സോൾട്ട്? താഴെ തന്നിട്ടുള്ളതിൽ ആരാണ് എപ്സം സോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെറസൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ് എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. എപ്സം സോൾട്ട് സാധാരണഗതിയിൽ അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ് എന്നാണ് അറിയപ്പെടാറുള്ളത്. MgSO4.7H2O ഹെപ്റ്റാഹൈഡ്രേറ്റ് എന്നാണ് അറിയപ്പെടാറുള്ളത് എപ്സം സോൾട്ട്. ഓക്കെ, ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ മെഡിസിനിൽ, അതേപോലെ തന്നെ ലാക്സേറ്റീവായിട്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മഗ്നീഷ്യം ഡെഫിഷ്യൻസിയൊക്കെ വിളകൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ബോത്ത് സോൾട്ട്, അതേപോലെ തന്നെ മസിൽ റിലാക്സിന് വേണ്ടിയിട്ട് ഒക്കെ എപ്സം സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫെറസൾഫേറ്റ് ഈസ് നോൺ ആസ് ഗ്രീൻ വിട്രിയോൾ.
നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ഗ്രീൻ വിട്രിയോൾ എന്നാണ് വിളിക്കാറുള്ളത്. അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ് എന്ന് പറയുന്നതിനെ നമ്മൾ ബ്ലൂ വിട്രിയോൾ എന്നുമാണ് വിളിക്കാറുള്ളത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു വാട്ട്? വാട്ടറിന്റെ ടെമ്പററി ഹാർഡ്നെസ്, താൽക്കാലിക കാഠിന്യം എന്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പല ഭാഗങ്ങൾ നമ്മൾ ഇതിൻ്റെ കണ്ടപ്പോഴും അവിടെയൊക്കെ നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ഒരു ചോദ്യമായിരുന്നു ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നോക്കാം. അപ്പോൾ എന്താണ് ടെമ്പററി ഹാർഡ്നെസ്സിനെ കോസ് ചെയ്യുന്ന ആള്? മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ് ഈ ഓപ്ഷനിൽ നിന്നും. അപ്പം ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പതയാത്ത വെള്ളത്തിനെയാണ് ഹാർഡ് വാട്ടർ എന്ന് വിളിക്കുക. അഥവാ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സോപ്പ് പതപ്പിച്ചാൽ അത് പതയും, അതിൻ്റെ ഹാർഡ്നെസ് പോയിട്ടുണ്ടാവും. തിളപ്പിച്ച് ആറിച്ചാൽ ഉടനെ തന്നെ ഹാർഡ്നെസ് പോകുന്ന, തിളപ്പിച്ചാൽ ഉടനെ ഹാർഡ്നെസ് നഷ്ടപ്പെടുന്ന വാട്ടറിനെ നമ്മൾ വിളിക്കും ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടർ, അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ് വാട്ടർ എന്ന് നമ്മൾ വിളിക്കും. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവാൻ കാരണം ഈ വാട്ടറിനകത്ത് ഡിസോൾവ് ആയിട്ട് ബൈകാർബണേറ്റുകൾ ഉള്ളതാണ്. അതായത് ഒന്നെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ്, അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്, അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ്, ഇങ്ങനെ പലതരം ബൈകാർബണേറ്റുകൾ വെള്ളത്തിൽ ഡിസോൾവ് ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് വിളിക്കും. തിളപ്പിച്ചാൽ ഉടനെ അത് പൊക്കോളും. അപ്പോൾ തിളപ്പിച്ചാൽ പോകുന്നതായതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി എന്ന് വിളിക്കുന്നത്. തിളപ്പിച്ച ഉടനെ ഈ പറയുന്ന ബൈകാർബണേറ്റുകൾ അതിനകത്ത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. അതിനെ ഒഴിവാക്കിയാൽ സാധാരണ വെള്ളമായിട്ടത് മാറും. ഇനി പെർമനന്റ് ഹാർഡ്നെസ് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ക്ലോറൈഡുകളോ സൾഫൈഡുകളോ ഉണ്ടാകുമ്പോഴാണ്. അതായത് മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ ഇതിനെ നമ്മൾ തിളപ്പിച്ചാലൊന്നും ഇതിൻ്റെ ഹാർഡ്നെസ് പോവില്ല. നമ്മൾ കെമിക്കലി ട്രീറ്റ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കും പെർമനന്റ് ഹാർഡ്നെസ് എന്ന് നമ്മൾ വിളിക്കും. ലാസ്റ്റ് ചോദ്യം 2020 ചോദ്യപേപ്പറിൽ നിന്നുമുള്ള ലാസ്റ്റ് ചോദ്യം, 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 51/2020 LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. എന്താണ് ചോദ്യം? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നോക്കാം. അപ്പോൾ എന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. കാർബൺ മോണോക്സൈഡും CO-യും നൈട്രജനും N2-യും അടങ്ങിയിട്ടുള്ള മിശ്രിതത്തെ നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത് വ്യവസായങ്ങളിൽ ഇന്ധനമായിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് പ്രൊഡ്യൂസർ ഗ്യാസിനെ. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് അടങ്ങിയിട്ടുള്ളെങ്കിൽ, നൈട്രജൻ ആണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ് അല്ലേ, ആ ഹൈഡ്രജൻ ആണ് അടങ്ങിയിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനെ വാട്ടർ ഗ്യാസ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനി ലാഫിംഗ് ഗ്യാസ് എന്ന് നമുക്ക് ഓപ്ഷനിൽ കണ്ടു അല്ലേ. ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്, N2O ആണ്. ഇനി ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മീഥേൻ അല്ലെങ്കിൽ CH4 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും നൈട്രജനും, അതേസമയം കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നാൽ അത് വാട്ടർ ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് N2O, ബയോഗ്യാസിനകത്ത് മീഥേനുമാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ 2020 എന്ന് പറയുന്ന വർഷത്തിൽ നിന്നും കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് റെലവൻ്റ് ആയിട്ടുള്ള സകല ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ എല്ലാ പരീക്ഷയിൽ നിന്നുമുള്ള ചോദ്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ടോപ്പിക്ക് തിരിച്ച് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചു പോയിരിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തോടുകൂടി നമ്മുടെ 10 സെഷനോടുകൂടി 100 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പരീക്ഷയുമായിട്ട് അടുക്കുന്ന സമയത്ത് PYQs വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് പഠിച്ച് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് റെഡിയാകുക. അടുത്ത ക്ലാസ്സിൽ 2021 ചോദ്യങ്ങളുമായിട്ട് PYQ സീരീസിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ. താങ്ക് യു.